നമ്മളിന്ന് ഫാമിൽ ചോളം ഇടുകയാണ്. ചോളം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചോളം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് സ്യൂഡോമോണാസിനകത്ത് ഇന്നലെ തന്നെ. അപ്പോൾ അതിന് പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാവേ. ഇതാണ് നമ്മുടെ ചോളത്തിൻ്റെ വിത്ത്. നമ്മൾ സാധാരണ തിന്നുന്ന ചോളമില്ലേ, കടയിൽ സ്വീറ്റ് കോണൊക്കെ വാങ്ങിക്കുന്നത്, അതിൻ്റെ ചോളമാണ്. അപ്പോൾ ഇത് എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വിത്തിട്ട് മുളപ്പിക്കുന്ന ഒരാൾ തന്നതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ നിന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളിത് സ്യൂഡോമോണാസിനകത്തിട്ട് കുതിർത്തിട്ട് ഇന്ന് വാർത്ത് വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 4 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മുളച്ച് വരുന്നതാണ് പറയുന്നത്. അത്ര താഴ്ചയും വേണ്ട, പിന്നെ നമ്മുടെ പുല്ലിൻ്റെ വർഗ്ഗമായതുകൊണ്ട് എളുപ്പം കിളുക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള പാത്തികളാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ക്ലിയറായി കാണുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുമ്മായ വിട്ട് ഇളക്കിയ മണ്ണിൻ്റെ അടിയിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തത് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അടിവളമായിട്ട് ഇട്ടെന്നേ ഉള്ളൂ, എല്ലാത്തിനും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ഇതിന്ന് വിത്ത് ഇട്ട് കൊടുക്കുക. ഇനി 1 അടി അകലത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് തന്നെ മതി നമുക്ക് അകലം. ഇത് ഏകദേശം 3 മാസം കറക്റ്റായിട്ട് 60-70 ദിവസം കഴിയുമ്പോഴേക്കും ഇത് വിളവെടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്കൂടെ നിർത്തി അത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുളച്ച് വരുമ്പോൾ നമുക്കിനി കാണാം. ഈ പാത്തി ഫുള്ളായിട്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു 200 ഗ്രാം വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നിറച്ചും വിത്തുണ്ട്. അപ്പോൾ ആ വിത്ത് മുഴുവനൊന്ന് ഇട്ടിട്ട് മുളപ്പിച്ച് വരുന്നവരെ നമുക്കൊന്ന് നോക്കാം. ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ അതിന് വേണ്ടി സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വളമിട്ട് റെഡിയാക്കിയത് ഇതാണ്. അപ്പം മുളച്ച് വന്ന ശേഷം നമുക്ക് കാണാം. ഓക്കെ, ചോളമാണ് ചോളം.